ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമുക്ക് വളരെ അടിപൊളിയായിട്ടൊരു പിൻവീൽ സമൂസ ഉണ്ടാക്കിയാലോ. ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണ്. അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിലോ ടേസ്റ്റ് വളരെ സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 250 ഗ്രാം ചെറിയ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാവേ. ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് ചിക്കനും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് കുക്കായി വരണം. ചിക്കൻ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുക്കായി വരും. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി ചിക്കൻ കുക്കായി വരുമ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് മിക്സിയോ അല്ലെങ്കിൽ ഒരു ചോപ്പറോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചോപ്പറിലേക്കാണ് ഇട്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല തയ്യാറാക്കാനായിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ഒരു വലിയ സവാള ചെറുതായി നുറുക്കിയത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിലേക്ക് കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല, ഇത്രയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അവസാനമായിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മസാല ദേ കണ്ടില്ലേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പപ്സ് പേസ്ട്രിയുടെ ബ്ലോക്കാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള പേസ്ട്രി ഷീറ്റല്ല, ബ്ലോക്കായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ. അങ്ങനെ ഒരു ബ്ലോക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ ബ്ലോക്ക് നമുക്ക് ഒരു റെക്റ്റാങ്കിളായിട്ട് പരത്തിയെടുക്കണം. അതിനായിട്ട് ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മൈദ സ്പ്രിങ്കിൾ ചെയ്തിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇത് പരത്തിയെടുക്കുന്നത്. ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് പരത്തിയെടുത്ത ശേഷം അതിൻ്റെ 4 സൈഡും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം, ഒന്ന് ഷേപ്പാക്കി എടുക്കണം. ഇനി അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസാണ് എടുത്തേക്കുന്നത്. ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് എടുത്താലും മതി, ഏത് സോസായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ചില്ലി ഗാർലിക് സോസാണ് എടുത്തേക്കുന്നത്. ഇനി ഈ സോസിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഈവനായിട്ട് നിരത്തി കൊടുക്കണം. 4 എൻഡ് സൈഡിലോട്ട് ചേർത്ത് ഫില്ലിങ് വെക്കാൻ പാടില്ല. മിഡിൽ സൈഡിൽ നിരത്തി അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക്, ഇത് ഓപ്ഷണലാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് നമ്മളിത് ചെയ്താൽ. ഇതിന് മുകളിലേക്ക് ഞാൻ മൊസറല്ല ചീസ് നന്നായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്ലോലി ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇത് നമ്മൾ അടിയിൽ മൈദ സ്പ്രിങ്കിൾ ചെയ്തിരിക്കുന്ന കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. സ്ലോലി നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റ് സൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതേ കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് തന്നെ ഇത് നമുക്ക് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു നൈഫ് യൂസ് ചെയ്തിട്ട് ഇത് ഈക്വൽ സൈസായിട്ടുള്ള ചെറിയ ചെറിയ റൗണ്ടായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് ബേക്ക് ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബേക്കിംഗ് ട്രേ എടുത്ത ശേഷം ഒരു ബേക്കിംഗ് പേപ്പർ വെക്കുക. ബേക്കിംഗ് പേപ്പർ വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ബേക്കിംഗ് പേപ്പർ വെക്കുന്നത്. ഇനി നമ്മുടെ കട്ട് ചെയ്ത എല്ലാ സമൂസാസും ഇതിലേക്ക് വെച്ച ശേഷം ഇതിൻ്റെ 4 സൈഡിലും ടോപ്പിലും ഒന്ന് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കണം. എഗ്ഗ് വാഷ് ചെയ്യുമ്പോഴാണ് നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടുന്നത്. ഇനി നമുക്കിത് ഓവനിൽ വെച്ച് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ചീസൊക്കെ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോണം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മുടെ സമോസാസൊക്കെ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. സോസ് കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ചീസി ആൻഡ് ചിക്കൻ ഫില്ലിംഗ് ഒക്കെ ഉള്ളൊരു നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്.
ഇതുപോലുള്ള റെസിപ്പികളുമായി ഇനി ഞാൻ വീണ്ടും വേഗം വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.